സവാള ഗിരി സവാള ഗിരി. ആദ്യം ഈ ഉളുപ്പില്ലാത്ത വർഗം അധികാരത്തിൽ കയറിയ ഉടനെ ബെക്കാടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മൂന്തുക. എത്ര കോടിയാ മൂന്തിയത് ഉളുപ്പില്ലാത്ത വർഗം? എന്നിട്ട് നിയമസഭ പാസ്സായിക്കൊണ്ട് പോയല്ലോ ഉളുപ്പില്ലാത്തവന്മാര്. അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടാ തെറി പറഞ്ഞ് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? ഇല്ല, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറാൻ അനിൽകുമാറിന്റെ ഒപ്പം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറല്ല. ഇടതുപക്ഷം ഉണ്ടാക്കിയതാണല്ലോ വിഴിഞ്ഞം. ഈ സതീശൻ വന്ന് കടൽ ചോഷണം ഉണ്ടാകും. ഈ വിഴിഞ്ഞം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ഒരു ക്രൈം വന്നു, അതിന്റെ മേലെ വെള്ളം അടിച്ചു പിണറായി വിജയൻ. വിമോചന സമരം പ്രഖ്യാപിച്ചു KPCC പ്രസിഡന്റ്. പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ഒരു വെള്ളി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് മുടക്കിയിട്ടില്ല. മുഴുവൻ പൈസയും കൊടുത്ത പിണറായി സർക്കാരാണ്. എന്താണ് പറയുന്നത്? LDF അധികാരത്തിൽ വരും മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞത്. നിയമപ്രകാരം നടപ്പാക്കിയാൽ മതിയാവും. വിയോജിപ്പുണ്ടെങ്കിലും നടപ്പാക്കി. അതുകൊണ്ട് മൊത്തം ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാന്ന് പറഞ്ഞ ആരും നടക്കണ്ട. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഇടതുപക്ഷത്തിന്റെ നിലവിലെ ഈ MSC 49% ഓഹരികൾ, അദാനിയുടെ 49% ഓഹരികൾ ഏറ്റെടുത്താൽ ഇടതുപക്ഷത്തിന്റെ നിലവിലെ കൺസേൺ എന്താണ്? ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. നമ്പർ 1, ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച ഘട്ടത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി വ്യക്തമാക്കി എന്താണ് ഇടതുപക്ഷത്തിന്റെ കൺസേൺ. ഒന്നാമത്തെ കാര്യം, VD സതീശനെതിരെ വിമാനത്തെ കയറ്റി മംഗലാപുരം വരെ കൊണ്ടുപോയത് KPCC ആഫീസ് വെച്ച് തീർത്താ പോരെ? അത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപ്. താങ്കൾ പറയുന്ന ഈ മംഗലാപുരം യാത്ര കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപാണ്. ആ മുൻപ് അവർ നേരത്തെ അറിഞ്ഞോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും? കോൺഗ്രസുകാർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. കോൺഗ്രസുകാർക്ക് ഉറപ്പില്ലെങ്കിലും മുസ്ലിം ലീഗിന് ഉറപ്പുണ്ടായിരുന്നു, അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇടതുപക്ഷം അധികാരത്തിൽ വരില്ലെന്ന് അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിന്റെ തെളിവ് ഞാൻ പറയാം. അതിന്റെ തെളിവ് അങ്ങോട്ട് പറയാം. ഞങ്ങളുടെ തെളിവിരിക്കല്ലേ? എന്താ തെളിവ്? ഒന്നാമത്തെ പോയിന്റ്, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നാണ് MLA-മാരിൽ ഭൂരിപക്ഷം തീരുമാനിച്ചത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? കേന്ദ്ര നിരീക്ഷകരെ തിരുവനന്തപുരത്ത് KPCC ആഫീസ് വന്നപ്പോ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് വെച്ച് ലീഗിന്റെ നേതാക്കന്മാരെ നേരെ ഇടിച്ചു കയറി KPCC ആഫീസിലേക്ക്. എന്നിട്ട് അവരെ ചെന്ന് കണ്ടു. ഇറങ്ങി വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ? നിങ്ങൾ കേട്ടോ? ആ ബൈറ്റ് ഒന്നും ഇട്ടു നോക്ക്. എന്താ പറഞ്ഞെന്നറിയാമോ? അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്ത തീരുമാനം അറിയിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയും. കോൺഗ്രസ് തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയാം. അങ്ങനെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ലീഗ് പറയുന്നത്? കോൺഗ്രസ് അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്താൽ സ്വാഭാവികമായി UDF നേതാവാകും എന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങളെ അറിയിക്കുക, അപ്പൊ ഞങ്ങൾ കൂടെ ഉണ്ടോ എന്ന് പറയാം. ഇത് കുഞ്ഞാലിക്കുട്ടി പരസ്യപ്പെടുത്തിയാണ്. ഇപ്പോഴല്ല, നിരീക്ഷകരെ കണ്ട ശേഷമുള്ള ആദ്യ ബൈറ്റ്. അതിനുശേഷം എന്തുണ്ടായി? മുസ്ലിം ലീഗ് കൃത്യമായിട്ടും VD സതീശന്റെ ബില്ല് ഉറച്ചു നിന്നു. എന്തുകൊണ്ട്? താങ്കൾ പറയുന്നത് പിണറായി 3.0 വരില്ല എന്ന് അദാനിക്ക് അറിയാമായിരുന്നു, മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു, പക്ഷെ ഇടതുപക്ഷത്തിന് അറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിൽ പരാജയപ്പെട്ടല്ലോ. ഞങ്ങള് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പാലം ഉണ്ടാക്കി നടന്നു, റോഡ് ഉണ്ടാക്കി നടന്നു, ദേശീയപാത ഉണ്ടാക്കി നടന്നു, വിഴിഞ്ഞം ഉണ്ടാക്കി നടന്നു, മറ്റൊരു വർഗീയതയും പറഞ്ഞു നടന്നു. ഞങ്ങൾക്കെതിരെ നുണകൾ ഉണ്ടാക്കി നടന്നു. ഇതെന്തും മറുപടി പറയാനെന്ന് എനിക്കറിയില്ല. ശ്രീ അനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് എവിടേക്കൊക്കെയാണ് പോയത്? മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിന്റെ മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. എന്തായാലും ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് അവർക്കൊക്കെ അറിയാമായിരുന്നു. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാമായിരുന്നു. അറിയാതിരുന്നു പോയത് അനിൽകുമാറിനെ പോലെ ചില ആൾക്കാർക്കാണ്. അനിൽകുമാറിന്റെ ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു നമ്മുടെ ഒരു യുവ നേതാവുണ്ട്, പുതുപ്പള്ളിയിലൊക്കെ മത്സരിച്ച യുവ നേതാവ്. അദ്ദേഹത്തിന് പോലും 100 സീറ്റ് ജയിക്കുമെന്ന് അറിയാമായിരുന്നു എന്നാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഈ അടുത്ത് വെളിപ്പെടുത്തിയത്. ഇവന്റെ കോമഡി അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ പോയത് ഇവർ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവിന് ഈ വിഷയം അസംബ്ലിയിൽ വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി അവർ സർക്കാരിന്റെ മറുപടി അംഗീകരിക്കല്ലേ ചെയ്തത്. വേറൊരു വിഷയത്തിൽ എഴുതാൻ ഒന്ന് എഴുന്നിട്ട് സംസാരിക്കല്ലോ പി, എന്തെങ്കിലും ഒന്ന് പറയല്ലോ പി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ആ പാർട്ടിയെ പരിതാപകരമായ ഒരു പ്രതിപക്ഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. ദേശാഭിമാനി ആഘോഷിക്കുകയായിരുന്നില്ലേ? ഈ വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക് സർക്കാരിന്റെ ദീർഘവീക്ഷണം ദേശാഭിമാനി ആഘോഷിച്ചതല്ലേ? ഈ അനിൽകുമാറിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഞാൻ അശക്തനാണ് എന്ന് മാത്രമേ പറയുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതോ പറയാണ്. ഇവരപ്പം സ്ഥിരമായിട്ട് പറയുന്നത് ഉമ്മൻചാണ്ടി കല്ലിട്ടത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രസന്റ് ടെൻസിലേക്ക് വരാൻ തോന്നുന്നു. നിങ്ങൾ അതും ഇതും പറയാതെ
ഇപ്പൊ എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. ആളുകളും അതായിരിക്കുമല്ലോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിലേക്ക് തന്നെ വരുന്നുള്ളൂ. ഇതിനോട് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം പറയാം. 2015 ഒപ്പിട്ടത്. അതിനുശേഷം ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ. എന്നാ പിന്നെ അതങ്ങ് മാറ്റായിരുന്നില്ലേ? നിങ്ങൾ അങ്ങോട്ട് 2016 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അധികാരത്തിലേക്ക് വന്നല്ലോ. അതങ്ങ് മാറ്റിയിട്ട് വേറൊരു എഗ്രിമെന്റ് അങ്ങ് ഉണ്ടാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? ആ എഗ്രിമെന്റ് ഉടച്ചു വാർക്കെന്ന് പറഞ്ഞവരല്ലേ. 10 വർഷം കടൽ കൊള്ള എന്ന് പറഞ്ഞ വാക്കും ദേശാഭിമാനിയുടെ പത്രവും ഫ്രീസറിനകത്ത് വെച്ചവര് ഇപ്പൊ 11ാമത്തെ വർഷവും കടൽ കൊള്ളയായിട്ട് ഇറങ്ങിയിരിക്കുക. നാണോ ഉളുപ്പുണ്ടോ? നിങ്ങളെ ഈ കേരളം വിശ്വസിക്കാത്തതിന്റെ കാര്യം ഇതല്ലേ? എന്തെങ്കിലും നിലപാട്, ഒരു നിലപാടുണ്ടോ? ഒരു നിലപാടും ഇല്ലാത്ത വെറും ഒരു അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPM മാറി. ഇതിനപ്പുറം എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇവിടെ പ്രശ്നം ഈ സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല. അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഒന്നും കടന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? സാമാന്യ ബുദ്ധി വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 13,000 ചില്ലാനും കോടി രൂപയുടെ ഈ രാജ്യത്ത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ജയന്റ് ആയിട്ടുള്ള അദാനിയായിട്ട് എഗ്രിമെന്റ് 40 ദിവസം കൊണ്ടാണോ അങ്ങനത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുക? ഒരു ഡീല് നടക്കുക, സെബി അറിയിക്കുന്ന ഒരു ഡീല് നടക്കുക. എത്ര നാൾ എടുത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. വിഴിഞ്ഞം പോർട്ടിലുള്ള ട്രാഫിക്കിന്റെ ഡാറ്റ മുതൽ അതിന്റെ ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSCയുടെ കയ്യിലെത്തിയതിനു ശേഷം അവരുടെ പഠനവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ഡീല് നടന്നിരിക്കുന്നത്? 40 ദിവസം കൊണ്ടാണോ? അത് പിന്നെ അനിൽകുമാർ പറയണം പിണറായി വിജയൻ ഇതിനകത്തുള്ള പങ്കെന്താന്ന് പറയണം. ഈ 6 മാസത്തിന് മേലെ എങ്കിലും ചുരുങ്ങിയ പക്ഷം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നടക്കുന്ന ചർച്ചയിൽ ആ സർക്കാരിനെ, കേരള സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് അദാനിയും ഈ MSCയുമായിട്ടുള്ള ഡീലിന്റെ എല്ലാം പ്രയറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 40 ദിവസം കൊണ്ട് നടക്കുന്ന ഡീലല്ല. പിണറായി വിജയന്റെ അധികാരത്തിൽ അവിടെ ഇരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSCക്ക് കൊടുത്തപ്പോ എവിടെയായിരുന്നു? നിങ്ങൾ അറിയാതെയാണോ കൊടുത്തത്? മാരിടൈം ബോർഡ് ഉണ്ട്, കേരള മാരിടൈം ബോർഡ് ഉണ്ട്. മാരിടൈം ബോർഡിന് ഉൾപ്പെടെ അവിടെ വന്ന കണക്ക് പോലും ഇല്ല. അറിയോ? അവർക്ക് 50 കോടി രൂപ കേരള മാരിടൈം ബോർഡിന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണമുണ്ട്. ആ പണം കിട്ടിയിട്ടില്ല. മാരിടൈം ബോർഡ് ഒരു കുന്തും അറിഞ്ഞിട്ടില്ല. അവിടെ എത്ര ഷിപ്പ് വന്നു എന്ന് അദാനി പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. എന്തെങ്കിലും സർവൈലൻസ് അവിടെ ഉണ്ടോ? എന്നിട്ട് വെറുതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അനിൽകുമാറെ, കണ്ടെയ്നർ ടെർമിനലിന്റെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ലേ ഇപ്പൊ നടക്കുന്നുള്ളൂ? അതിന്റെ ഗേറ്റ് തുറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എവിടെയാ അതിന്റെ നമ്മുടെ റെയിൽ കണക്ടിവിറ്റി? എവിടെയാ റോഡ് കണക്ടിവിറ്റി? സ്ഥലം പോലും 10 വർഷമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ സ്വന്തം വിഴിഞ്ഞമായിട്ട് കൊണ്ട് നടക്കാൻ പോവാ ഉളുപ്പൊന്നില്ലാത്ത വർഗം. അവിടെ നിന്ന് ഒരു റെയിൽ കണക്ടിവിറ്റിക്ക് 10 വർഷമായിട്ട് സ്ഥലം എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തുടങ്ങാൻ പോകുന്നത്. അതിന് റോഡ് കണക്ടിവിറ്റി കൊടുത്തിട്ടില്ല. അവിടെ വെറുതെ ഇരിക്കപ്പെട്ടങ്ങളെ പോലെ അദാനിക്ക് വേണ്ടിയുള്ള 49 കോടിയും അത് ഒഴിവാക്കി അവർക്ക് വേണ്ടി വിടുപണി ചെയ്തു. എന്നിട്ട് ഇപ്പോ VD സതീശന്റെ മേത്തേക്ക് കയറാൻ നടക്കുക. ഒരു സാമാന്യ ബുദ്ധിയോടുകൂടിയുള്ള രാഷ്ട്രീയം പറയും അനിൽകുമാർ. ആദ്യം ഈ ഉളുപ്പില്ലാത്ത വർഗം എന്തെല്ലാം വൃത്തികേടാണ് കേരളത്തിൽ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ കയറിയ ഉടനെ ബെക്കാടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മൂന്തുക. എത്ര കോടിയാ മൂന്തിയത്? ഉളുപ്പില്ലാത്ത വർഗം. എന്നിട്ട് നിയമസഭ പാസ്സായിക്കൊണ്ട് പോയല്ലോ ഉളുപ്പില്ലാത്തവന്മാര്. എത്ര കോടിയാ മൂന്തിയത്? പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നമ്മളെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അത് ആളുകൾ കേൾക്കാണ്. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. ഈ ചർച്ചയിൽ ഞാൻ തുടരണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ആര്യ ബാക്കി പറയാം. ഇവൻ മരുന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ലക്ഷണമുണ്ട്. ആര്യക്ക് ഒന്നും മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാ. ആര്യ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കരുത്. വാക്കാണ് ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് വേറെ പണിയുള്ളവരാണ്. ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് വിളിക്കരുത്. വെറുതെ ചിരിപ്പിക്കരുത്. ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗത്തിന്റെ മറുപടിയാണ്. ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗത്തിന്റെ മറുപടിയാണ് ബെക്കാടിയിൽ നിന്ന് ഉളുപ്പില്ലാത്ത വർഗം വാങ്ങി മൂന്നിയത്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാല് പിടിച്ചിട്ടില്ല. തെറി പറഞ്ഞ് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആര്യ, തെറി പറഞ്ഞ് ചർച്ച നടത്താൻ ഞാനില്ല, എനിക്ക് പറ്റില്ല. മനസ്സിലായി? എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറാൻ അനിൽകുമാറിന്റെ ഒപ്പം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറല്ല. പിൻവലിക്കാൻ തയ്യാറാണ്. ആ ഉളുപ്പ് കെട്ട വർഗത്തോട് പറയുകയാണ്. ഓടെ കുഴിയാനെ എന്റെ തന്തയ്ക്ക് പറഞ്ഞോ, തന്തയ്ക്കല്ല തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കാൻ വരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും, പക്ഷെ എന്നോട് ഉപയോഗിക്കരുത്. വർക്കിച്ചാലും ബാക്കല്ലേ കുറച്ചുകൂടി ഡീസന്റ് ആയി.
zimam zimam bing bing boo tung tung sastene se taar chimuk gayi chhati se zimam zimam bing bing boo